സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ കൂടുതലായിട്ടുള്ള ഉപയോഗങ്ങളാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മൾ പഠിച്ചതാണ്. അത് നമ്മൾ ഒരുപാട് ചാപ്റ്ററുകളിലായിട്ട് നമ്മൾ 3-ാമത്തെ ചാപ്റ്ററിൽ, 4-ാമത്തെ ചാപ്റ്ററിൽ, അതുപോലെ തന്നെ നമ്മൾ വേറെ ഒരുപാട് പാഠങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ എന്തുകൊണ്ടാണ് ഇത് വീണ്ടും പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, മറ്റ് ചില സ്ഥലങ്ങളിലും നിങ്ങളിത് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ട് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നുള്ളത് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ കൂടുതൽ ഉപയോഗങ്ങൾ നമ്മളിപ്പോൾ നോക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇനിയിപ്പോഴും ഞാൻ ആദ്യമായിട്ട് ഇത് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് നമ്മൾ സാധാരണ പഠിച്ചത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞത് ഒരു ഭാഷയാണ്. ഒരു ഭാഷ നമ്മൾ പഠിക്കുന്നത് റിപ്പീറ്റ് ചെയ്ത് മാത്രമാണ്. കേൾക്കുക, റിപ്പീറ്റ് ചെയ്യുക, നമ്മൾ റിപ്പീറ്റ് ചെയ്യുക, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചൊരു കാര്യം വീണ്ടും പഠിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഇന്ന് കുറച്ച് എക്സ്ട്രാ പഠിപ്പിക്കുന്നുണ്ട്, എന്നാലും ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ നമ്മൾ 178 പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. വീണ്ടും 1 മുതലുള്ള പാഠങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നോക്കുക. നമ്മളൊരുപാട് എക്സാംസൊക്കെ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ഫേസ്ബുക്കിൽ നിങ്ങൾ പോയി നോക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നതായിട്ടാണ് കണ്ടത് എന്നുള്ളതാണ് പഠിച്ചത്. നമ്മൾ ആദ്യമായിട്ട് പഠിച്ചത് ഫാക്ട്സ് അല്ലെങ്കിൽ ട്രൂത്ത് സംസാരിക്കാൻ വേണ്ടി നമുക്ക് എന്തുപയോഗിക്കാം? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഐ ആം എൻ ഇന്ത്യൻ, ഞാൻ ഒരു ഇന്ത്യക്കാരനാണ്, അല്ലേ? അതൊരു സത്യമായിട്ടുള്ള കാര്യമല്ലേ? ഐ ലീവ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇനിയിപ്പോൾ ഹീ ആണെങ്കിലോ, ഹീ ലീവ്സ് ഇൻ ഇന്ത്യ. എന്തുകൊണ്ടാണ് നമ്മൾ പഠിച്ചതാണ്. അടുത്തത് മറ്റൊരു സെൻറ്റൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നു, ജൈഗാൻറ്റിക് മീൻസ് വെരി ലാർജ്. അതായത് ജൈഗാൻറ്റിക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വളരെ വലുത് എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ജൈജാൻറ്റിക് എന്നുള്ളതല്ല, ജൈഗാൻറ്റിക് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ളത്. ഇനിയിപ്പോൾ ലൈക്സ് പറയാൻ വേണ്ടി, നമ്മുടെ ഇഷ്ടങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഐ ലൈക്ക് പുഡിംഗ്. ഓക്കെ, ഹീ ലൈക്സ് ബിരിയാണി, ഉദാഹരണം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ ജോലികളെപ്പറ്റി പറയാൻ വേണ്ടി നമുക്ക് എന്തുപയോഗിക്കാം? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂവസ് ടെൻസും വേണമെങ്കിൽ ജോലിയെപ്പറ്റി പറയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഷീ വർക്ക്സ് ഫോർ SBI. അപ്പോഴവിടെ ഫോർ വേണമെങ്കിൽ പറയാം, ഇന്ന് വേണമെങ്കിലും പറയാം, വിത്ത് വേണമെങ്കിലും പറയാവുന്നതാണ്. അങ്ങനെ ഇംഗ്ലീഷിൽ അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. നമുക്ക് ഇതിന് പകരമായിട്ട് മറ്റൊന്ന് ഉപയോഗിക്കാവുന്നതാണ്. ഐ ആണെങ്കിൽ ഐ വർക്ക് ഫോർ SBI എന്നുള്ളത് പറയാവുന്നതാണ്. ഓക്കെ, ഇനി സംതിങ് ഹാപ്പൻസ് ഫ്രീക്വൻ്റ്ലി അല്ലെങ്കിൽ റെഗുലർലി, അതായത് എപ്പോഴും സംഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ തുടർന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാവുന്നതാണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കാവുന്നതാണ്, നമ്മൾ പഠിച്ചതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഓഫൺ അല്ലെങ്കിൽ ഓൾവേസ്, യൂഷ്വലി എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. ഓഫൺ നമ്മൾ ഓഫ്റ്റൻ എന്ന് വേണമെങ്കിലും പറയാവുന്നതാണ്. അങ്ങനെ ഒരു പ്രൊനൗൺസിയേഷനും ഉണ്ട്. ഇവിടെ ഉദാഹരണം, ജേക്കബ് ഓൾവേസ് കംസ് ലേറ്റ്. അപ്പോൾ ജേക്കബിൻ്റെ സ്വഭാവം എന്താണ്? അവൻ എപ്പോഴും താമസിച്ചാണ് വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ഉദാഹരണം, ഹി യൂഷ്വലി വാക്സ് ടു വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ സാധാരണ നടന്നാണ് അവൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്നത് എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഇനി മറ്റൊരു ഉദാഹരണം, ട്രീസാസ് മദർ വിസിറ്റ്സ് ഹെർ എവ്രി സാറ്റർഡേ. അപ്പോൾ ട്രീസയുടെ അമ്മ എന്താണ്? അവളെ എല്ലാ ശനിയാഴ്ചയും വിസിറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണിൽ നിങ്ങൾ അമർത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒരുപാട് അപ്ഡേറ്റ്സ് വരുന്നുണ്ട്, താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇല്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചതാണ്. ഡസൻറ്റ് പ്ലസ് V1 അല്ലെങ്കിൽ ഡസ് നോട്ട് എന്നുള്ളത് ഡസൻറ്റ് ഉപയോഗിക്കാം. ഡു നോട്ട് പ്ലസ് V1, അവിടെ ഡോണ്ട് V1 എന്ന് ഉപയോഗിക്കാം. അവിടെ ഡസൻറ്റ് ഇതിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. സിംഗുലറിൻ്റെ കൂടെയാണ് ഇല്ല എന്ന് പറയാൻ വേണ്ടി. ഡോണ്ട് പ്ലൂറലിൻ്റെ കൂടെയാണ്. ഇവിടെ ഹീ ഡസൻറ്റ് ലീവ് ഇൻ ഇന്ത്യ, അവൻ ഇന്ത്യയിലല്ല താമസിക്കുന്നത്. ഓക്കെ, ഐ ഡോണ്ട് ലൈക്ക് ബിരിയാണി, എനിക്ക് ബിരിയാണി ഇഷ്ടമല്ല. ഐ എം നോട്ട് ആൻ ഇന്ത്യൻ. അവിടെ ശ്രദ്ധിക്കുക, എന്താണ് അവിടെ വന്നിരിക്കുന്നത്? ഐ എം നോട്ട് ആൻ ഇന്ത്യൻ. അവിടെ ഡസൻറ്റ് ഒന്നും ഉപയോഗിക്കത്തില്ല, ഞാനൊരു ഇന്ത്യക്കാരനല്ല എന്നുള്ളതാണ്. അപ്പോഴും നിങ്ങൾ ഇതിനകത്ത് സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പുറകിലത്തെ ചാപ്റ്ററിലേക്ക് പോവുക. അപ്പോഴത് നമ്മൾ പഠിച്ചതാണ്. ഈ ആമ എവിടെയാണ് വരുന്നത്, ഈസ് എവിടെയാണ് വരുന്നത് നമ്മൾ പഠിച്ചതാണ്. ടെൻസിൻ്റെ ഭാഗമല്ലാതെ പിന്നെ ഒരു വെർബായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്.
നമ്മൾ പഠിച്ചാണ്. ഇനിയിപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം ഇതല്ലാതെ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമുക്ക് ഒരു ഫ്യൂച്ചറിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വരാനുള്ള കാര്യത്തെപ്പറ്റി പറയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്നത്. അതെവിടെയാണ് ശ്രദ്ധിക്കുക. ഒരു ടൈം ടേബിളിനെ പറ്റി നമുക്കറിയാവുന്ന ഒരു ടൈം ടേബിൾ, എപ്പോഴും സംഭവിക്കുന്ന ഒരു ടൈം ടേബിൾ ഉണ്ട്. അപ്പോൾ അത് ഉദാഹരണം, നിങ്ങളുടെ ബസ് ഇത്ര മണിക്കാണ് പോകുന്നത്, ഇത്ര മണിക്ക് പോകും, അങ്ങനെ ടൈം ടേബിളിനെ പറ്റി പറയാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു സ്കെഡ്യൂളിനെ പറ്റി പറയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിന് ഷെഡ്യൂൾ എന്നല്ല, സ്കെഡ്യൂൾ എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ. ഉദാഹരണം, നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് എപ്പോഴാണ് ട്രെയിൻ പോകുന്നതെന്ന് നമുക്ക് പറയാം ദ ട്രെയിൻ ലീവ്സ് അറ്റ് 6:30 in the evening. അതുകൊണ്ട് പെട്ടെന്ന് വിട്ടു, അവിടെ ഉഴപ്പ് നിൽക്കേണ്ടാണ്. പക്ഷേ എന്താണ്, അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം, അപ്പോൾ ട്രെയിൻ വൈകുന്നേരമാണല്ലോ പോകുന്നത്, ഇപ്പോഴും 3 മണിയായി, 6:30 പോകുമെന്ന് പറയുമ്പോൾ അവിടെ ഫ്യൂച്ചർ ടെൻസിൽ അപ്പോൾ വലിയ ഉപയോഗിക്കേണ്ടേ? തീർച്ചയായിട്ടും നമുക്ക് എന്ത് ഉപയോഗിക്കാമെന്നാണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വെച്ച് പറയാവുന്നതാണ്. കാരണം എന്താണ്? അതൊരു ടൈം ടേബിളാണ്, അതല്ലെങ്കിൽ ഒരു സ്കെഡ്യൂളാണ് എപ്പോഴും സംഭവിക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊന്ന്, ഒരു സ്കെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം തീരുമാനിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യം. ഓക്കെ, അവിടെ ശ്രദ്ധിക്കുക. ഹി കംസ് അറ്റ് 3 ആൻഡ് ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ് അറ്റ് 3:30. ഫ്യൂച്ചറിൽ സംഭവിക്കുന്ന കാര്യമാണ്. എങ്കിലും എന്താണ്, അദ്ദേഹം 3 മണിക്ക് വരും, 3:30 മീറ്റിംഗ് തുടങ്ങും എന്നുള്ളതാണ്. അതുകൊണ്ട് പുറത്തൊക്കെ നിൽക്കാതെ പെട്ടെന്ന് തന്നെ മീറ്റിംഗ് സ്ഥലത്തേക്ക് എത്തുക. ഓക്കെ, ദ ബസ് ലീവ്സ് ഇൻ 1 hour. അതായത് എന്താണ്, ബസ് 1 മണിക്കൂറിനുള്ളിൽ പോകും. ഫ്യൂച്ചറിലുള്ള കാര്യമാണ്. പക്ഷേ എന്താണ്, അതൊരു ടൈം ടേബിളാണ്, നമുക്കറിയാം. കാരണം ബസ് അങ്ങനെയാണ് പോകുന്നത് എന്നുള്ള അറിയാം. അതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാം? ഇത് ഉപയോഗിക്കാം എന്നാണ്. ഡോണ്ട് ബി ലേറ്റ് ഫോർ ദ മീറ്റിംഗ്. ഓക്കെ, നീ മീറ്റിങ്ങിന് ലേറ്റ് ആയിട്ട് വരരുത്. ഇറ്റ്സ് സ്റ്റാർട്ട്സ് അറ്റ് 3:30. നമ്മൾ മുകളിൽ പറഞ്ഞല്ലോ 3:30 മീറ്റിംഗ് തുടങ്ങും എന്നുള്ളത് പറഞ്ഞു. അപ്പോഴത് നമുക്ക് ഫ്യൂച്ചറിലെ ഒരു മീനിങ് ആയിട്ട് നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇനി മറ്റൊന്ന്, നമ്മൾ ഈഫ് വെച്ച് പറയാൻ വേണ്ടി, ഈഫ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ്, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, അപ്പോഴെന്താണ്, നമ്മൾ ഫ്യൂച്ചറിലെ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം, ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഇഫ് യു സീ വിൻസെൻറ്റ് ടുമോറോ, നീ വിൻസെൻറ്റിനെ നാളെ കാണുകയാണെങ്കിൽ ആസ്ക് ഹിം ടു ഫോൺ മീ പ്ലീസ്. ഓക്കെ, അവനോട് എന്ത് പറയണം? അവനോട് എന്നെ വിളിക്കാൻ പറയണം. ഇവിടെ ഫ്യൂച്ചറിലുള്ള കാര്യമല്ലേ? അതെ, തീർച്ചയായിട്ടും അതെ. അപ്പോൾ ഈഫിൻ്റെ പല ഉപയോഗങ്ങളുടെ നമ്മൾ പഠിച്ചതാണ്. വീണ്ടും സെക്ഷനുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കോഴ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ മുന്നോട്ട് പോകുന്തോറും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ മറ്റർത്ഥങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ബേസ് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, മറ്റൊരു ഉദാഹരണം, ഇഫ് യു ബൈ ദ ബൈക്ക്. ഓക്കെ, നീ ബൈക്ക് വാങ്ങിക്കുകയാണെങ്കിൽ പ്ലീസ് ബൈ ദ ഹെൽമെറ്റ് ടു. നീ എന്ത് വാങ്ങിക്കണം? ഹെൽമെറ്റും വാങ്ങിക്കണം. അപ്പോൾ അത് വെക്കുകയും ചെയ്യണം, അല്ലേ? അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ആഫ്റ്റർ എന്നുള്ളതിൻ്റെ കൂടെ നമ്മൾ ചിലപ്പോഴൊക്കെ എന്തുപയോഗിക്കാവുന്നതാണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഫ്യൂച്ചർ മീനിങ്ങിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഉദാഹരണം, റെക്സ് വാണ്ട്സ് ടു ലീവ് ഇൻ ഓസ്ട്രേലിയ ഫോർ 5 years ആഫ്റ്റർ ഹി ഗെറ്റ്സ് ഹിസ് PR. ഓക്കെ, അപ്പോൾ റെക്സ് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് അവന് വേണ്ട? അവനങ്ങനെയാണ്, അവന് ആഗ്രഹമുണ്ട്, അല്ലേ? റെക്സിന് എന്താണ് ആഗ്രഹമുള്ളത്? റെക്സിന് 5 വർഷം കൂടെ എവിടെ? ഓസ്ട്രേലിയയിൽ താമസിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എപ്പോഴാണ്? ആഫ്റ്റർ ഹി ഗെറ്റ്സ് ഹിസ് PR, അല്ലേ? അത് കിട്ടിക്കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അത് ഫ്യൂച്ചറല്ലേ? അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്, നമുക്ക് അവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് ആണ് റെക്സ്. ഇനി മറ്റൊന്നാണ്, ഐ വോണ്ട് ടു ടേക്ക് ലീവ് ആഫ്റ്റർ ഐ ഗെറ്റ് എ ജോബ്, അല്ലേ? തീർച്ചയായിട്ടും നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ, അല്ലേ? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഐ വോണ്ട് ടു ടേക്ക് ലീവ് ആഫ്റ്റർ ഐ ഗെറ്റ് എ ജോബ്. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ സെക്ഷൻ മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അൺലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഷെയർ ചെയ്യുക. മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.